സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. അസൂയ മൂലം സ്വന്തം സഹോദരന്മാർ യോസഫിനെ അടിമയായി വിറ്റു. വർഷങ്ങൾ കാരാഗ്രഹവാസവും കഷ്ടപ്പാടുകൾ അനുഭവിച്ചെങ്കിലും യോസഫ് ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചു. ഒടുവിൽ ദൈവം യോസഫിനെ ഉയർത്തി. കഠിനമായ ക്ഷാമം വന്നപ്പോൾ സഹോദരന്മാർ ധാന്യം ശേഖരിക്കാൻ യോസഫിന്റെ മുന്നിലെത്തുന്നു. പ്രതികാരം ചെയ്യുവാൻ സർവ്വ അധികാരവും ഉണ്ടായിരുന്നിട്ടും യോസഫ് അവരോട് ക്ഷമിച്ചു. നിങ്ങൾ എനിക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവം ഇന്ന് കാണുന്നത് പോലെ അതിനെ നന്മയ്ക്കായി തിരിച്ചു എന്ന് പറയുവാനിടയായി. ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത യോസഫിനെ ദൈവം രക്ഷിച്ചു. യേശുവിനെ പിടികൂടാൻ വന്നവരിൽ ഒരാളുടെ ചെവി പത്രോസ് വാളെടുത്തു വെട്ടി. എന്നാൽ യേശു പത്രോസിനെ തടയുകയും വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞ് വെട്ടേറ്റവന്റെ ചെവി തൊട്ട് സൗഖ്യമാക്കി. തന്നോട് ദോഷം ചെയ്യാൻ വന്നവരോട് പോലും യേശു പ്രതികാരം ചെയ്യാതെ നന്മ മാത്രം ചെയ്തു. നമുക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അതുകൊണ്ട് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെയും കുറിച്ച് നീ മുഷിഞ്ഞു പോകരുത്. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം. ഏവരും ദൈവം പ്രത്യാശയിൽ നിറയ്ക്കട്ടെ. ആമേൻ.